ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC PYQs ബയോളജി ഹ്യൂമൻ ബോഡി പാർട്ട് 2 ആണ്. ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നോർമൽ ബ്ലഡ് പ്രഷർ ഓഫ് ഹ്യൂമൻ? അതായത് മനുഷ്യൻ്റെ ശരാശരി ബ്ലഡ് പ്രഷർ എത്രയാണ്? ഉത്തരം 120/80 mm ഓഫ് മെർക്കുറി. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ? മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? ഉത്തരം സെറിബ്രം. അടുത്ത ചോദ്യം, ഹൗ മെനി റിബ് ബോൺസ് ആർ പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 24. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ഹ്യൂമൻ ബോഡി? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതാണ്? ഉത്തരം ഇനാമൽ. നമ്മുടെ പല്ലിലെ ഇനാമലാണ് ഏറ്റവും കഠിനമായ പദാർത്ഥം. അടുത്ത ചോദ്യം, ഹൗ മെനി ചേംബേഴ്സ് ആർ ദെയർ ഇൻ ഹ്യൂമൻ ഹേർട്ട്? മനുഷ്യ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? ഉത്തരം 4. അടുത്ത ചോദ്യം, ഹൂ ഇൻവെൻറ്റഡ് സ്റ്റെതസ്കോപ്പ് ടു ഡിറ്റക്ട് ഹേർട്ട് ബീറ്റ്സ്? ഹേർട്ട് ബീറ്റ്സ് അറിയുന്നതിന് വേണ്ടിയുള്ള സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? ഉത്തരം റെനെ ലെനെക്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ലിവിങ് ബീങ്സ് ഗെറ്റ് എനർജി ഫ്രം ഫുഡ്? അതായത് ജീവജാലങ്ങൾക്ക് ആഹാരത്തിൽ നിന്നും ഊർജം ലഭിക്കുന്ന പ്രക്രിയ ഏതാണ്? സെൽ റെസ്പിറേഷൻ അഥവാ കോശ ശ്വസനം. അടുത്ത ചോദ്യം, വിച്ച് എലമെൻറ്റ് ഹെൽപ്സ് ഇൻ ദ സിന്തസിസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്? അതായത് നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന മൂലകം ഏതാണ്? ഉത്തരം അയൺ അഥവാ ഇരുമ്പ്. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് ജോയിൻ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ഷോൾഡർ? അതായത് നമ്മുടെ തോളെല്ലിൽ കാണപ്പെടുന്നത് ഏതു തരം സന്ധിയാണ്? ഉത്തരം ഗോളരസന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ്. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ കിഡ്നീസ് ഇൻ ഹ്യൂമൻ ബോഡി? അതായത് മനുഷ്യ ശരീരത്തിലെ കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം എരിത്രോപോയറ്റിൻ. അടുത്ത ചോദ്യം, വിച്ച് ഹോർമോൺ ഹെൽപ്സ് ഇൻ ദ റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ കിഡ്നീസ്? അതായത് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഉത്തരം ADH. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ബ്രെയിൻ കൺട്രോൾസ് ദ ഇൻവോളണ്ടറി ഫങ്ഷൻ സച്ച് ആസ് ഹേർട്ട് ബീറ്റ് ആൻഡ് റെസ്പിറേഷൻ? അതായത് ഹേർട്ട് ബീറ്റും റെസ്പിറേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏത് ഭാഗമാണ്? ഉത്തരം മെഡുല്ല ഒബ്ലോങ്ങേറ്റ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബോൺസ് ഇൻ അപ്പെൻഡിക്കുലാർ സ്കെലിറ്റൻ? അതായത് അനുബന്ധ അസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 126, 126. അടുത്ത ചോദ്യം, വിച്ച് ടൈപ്പ് ഓഫ് സെൽസ് ഹാവ് ദ എബിലിറ്റി ടു ഡിവൈഡ് ആൻഡ് ഡെവലപ്പ് ഇൻ ടു സ്പെഷ്യലൈസ്ഡ് സെൽസ്? അതായത് ശരീരത്തിലെ ഏതു കോശമായും മാറാൻ കഴിവുള്ള സെല്ലുകൾക്ക് പറയുന്ന പേരെന്ത്? ഉത്തരം സ്റ്റെം സെൽസ് അഥവാ വിത്ത് കോശങ്ങൾ. അടുത്ത ചോദ്യം, റീസെൻ്റ്ലി ട്വിൻ ബേബീസ് ബോൺ ഇൻ ചൈന ബൈ ജീൻ എഡിറ്റിംഗ് വാസ് ഡിക്ലെയർഡ് ടു ഹാവ് ഇമ്മ്യൂണിറ്റി എഗെയിൻസ്റ്റ് വിച്ച് ഡിസീസ്? അതായത് അടുത്തിടെ ചൈനയിൽ ജീൻ എഡിറ്റിങ്ങിലൂടെ ജനിച്ച ഇരട്ട കുട്ടികൾക്ക് ഏതോ ഒരു രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളതായി പ്രഖ്യാപിക്കപ്പെട്ടു. അത് ഏത് രോഗമായിരുന്നു? ഉത്തരം എയ്ഡ്സ്. അടുത്ത ചോദ്യം, വിച്ച് ആർ ദ സെൽസ് പ്രസൻറ്റ് ഇൻ ബോഡി ദാറ്റ് സ്വാലോ ആൻഡ് ഡിസ്ട്രോയ് പാത്തജൻസ്? അതായത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിച്ച് ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന കോശങ്ങൾ ഏതൊക്കെയാണെന്നാണ്? ഉത്തരം ന്യൂട്രോഫിൽ ആൻഡ് മോണോസൈറ്റ്. ഈ പ്രക്രിയ. അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ഇന്നർ ഇയർ ഹെൽപ്സ് ഹിയറിംഗ്? അതായത് കേൾവിക്ക് സഹായിക്കുന്ന ആന്തരകർണത്തിൻ്റെ ഭാഗം ഏതാണ്? ഉത്തരം കോക്ലിയ. അടുത്ത ചോദ്യം, ഡാഷ് പ്രിവെൻറ്റ്സ് എൻറ്ററിങ് ഓഫ് ഫുഡ് ഇൻ ടു റെസ്പിറേറ്ററി ട്രാക്ട്? അതായത് നമ്മുടെ ശ്വാസനാളത്തിലേക്ക് ആഹാര പദാർത്ഥങ്ങൾ പ്രവേശിക്കാതെ തടയുന്ന അടപ്പ് ഏതാണ്? ഉത്തരം എപ്പിഗ്ലോട്ടിസ് അഥവാ ക്ലോമപിതാനം. അടുത്ത ചോദ്യം, ദ ലിക്വിഡ് പോർഷൻ ഓഫ് ബ്ലഡ് ഈസ് കാൾഡ് ഡാഷ്? അതായത് രക്തത്തിൻ്റെ ദ്രാവക ഭാഗത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം പ്ലാസ്മ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റം? അതായത് മനുഷ്യർക്ക് മുഴുവൻ എത്ര അസ്ഥികളുണ്ട്? ഉത്തരം 206, 206. അടുത്ത ചോദ്യം, വിച്ച് ഓർഗൻ സിന്തസൈസ് ബൈൽ ജ്യൂസ്?
അതായത് ഏത് അവയവമാണ് പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത്? ഉത്തരം ലിവർ അഥവാ കരൾ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ആവറേജ് ഹാർട്ട് ബീറ്റ് ഓഫ് ആൻ അഡൾട്ട് ഇൻ 1 minute? അതായത് 1 മിനിറ്റിലെ മനുഷ്യൻ്റെ ശരാശരി ഹൃദയമിടിപ്പ് എത്രയാണ്? ഉത്തരം 72. അടുത്ത ചോദ്യം, വിച്ച് ഗ്ലാൻഡ് ഈസ് നോൺ ആസ് ദ ബോഡി ക്ലോക്ക് ഇൻ ഹ്യൂമൻ? അതായത് മനുഷ്യ ശരീരത്തിൻ്റെ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ഉത്തരം പീനിയൽ ഗ്ലാൻഡ്. അടുത്ത ചോദ്യം, വിച്ച് ചേംബർ ഓഫ് ഹാർട്ട് ഹാവ് തിക്ക് വോൾ? അതായത് മനുഷ്യ ഹൃദയത്തിൻ്റെ ഏത് അറയ്ക്കാണ് കട്ടിയുള്ള ഭിത്തിയുള്ളത്? ഉത്തരം ലെഫ്റ്റ് വെൻട്രിക്കിൾ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ഇൻ അവർ ബോഡി? അതായത് നമ്മുടെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന ഫങ്ഷൻ എന്താണ്? ഉത്തരം പ്രൊവൈഡ്സ് എനർജി, അതായത് ഊർജം നൽകുക. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഇൻ ലിക്വിഡ് ഫോം? അതായത് ദ്രാവക രൂപത്തിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏതാണ്? ഉത്തരം ബ്ലഡ് അഥവാ രക്തം. അടുത്ത ചോദ്യം, വിച്ച് ആർ ദ ഹോർമോൺസ് സെക്രീറ്റഡ് ബൈ കോർപ്പസ് ലൂട്ടിയം? അതായത് കോർപ്പസ് ലൂട്ടിയം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതൊക്കെയാണ്? ഉത്തരം പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രജൻ. അടുത്ത ചോദ്യം, which is the disease caused by the accumulation of uric acid in joints? അതായത് നമ്മുടെ സന്ധികളിൽ യൂറിക് ആസിഡ് കെട്ടിക്കിടക്കുന്നത് മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ്? ഉത്തരം ഗൗട്ട്. അടുത്ത ചോദ്യം, what is the condition caused by the excess production of somatotropin in adults? അതായത് പ്രായപൂർത്തിയായ ആളുകളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അധിക ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേര്? ഉത്തരം അക്രോമെഗാലി. അടുത്ത ചോദ്യം, വിച്ച് ഈസ് ദ ഇലാസ്റ്റിക് ടിഷ്യൂ ദാറ്റ് കണക്ട് ബോൺസ്? അതായത് എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂവിന് പറയുന്ന പേര്? ഉത്തരം ലിഗമെൻറ്റ്സ്. അടുത്ത ചോദ്യം, ഇൻ വിച്ച് പാർട്ട് ഓഫ് ഹ്യൂമൻ ബോഡി C-shaped കാർട്ടിലേജ് റിങ്സ് ആർ സീൻ? അതായത് മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് C-ഷേപ്പിലുള്ള തരുണാസ്ഥികൾ ഉള്ളത്? ഉത്തരം ട്രക്കിയ. അടുത്ത ചോദ്യം, which is the instrument used to read electric signals in brain? അതായത് മസ്തിഷ്കത്തിലെ ഇലക്ട്രിക് സിഗ്നലുകളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം EEG. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാൻ ഇതുപോലുള്ള ടോപ്പിക് വൈസ് PYQs ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്